നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ചുവട് പിടിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഫെഡറലിസവും ജനാധിപത്യപരതയും സർവകലാശാലകളുടെ സ്വയം ഭരണ അവകാശവും ഇല്ലായ്മ ചെയ്യുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുക, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം തകർക്കുന്ന ചാൻസലറുടെ ജനാധിപത്യ വിരുദ്ധത അവസാനിപ്പിക്കുക. 1/1/2016 മുതൽ 31/3/2019 വരെയുള്ള 7ാം UGC ശമ്പള പരിഷ്കരണ കുടിശ്ശിക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ അനുവദിക്കുക. ക്ഷാമബത്ത 34% നിന്നും 53% വർദ്ധിപ്പിക്കുക. ക്ഷാമബത്തയുടെ കുടിശ്ശിക തുക ഉടൻ അനുവദിക്കുക. MPhil PhD അഡ്വാൻസ് ഇൻക്രിമെന്റ് നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി തിരുത്തുക. 1/1/2016 2/11/2017 ഇടയിൽ പഴയ നിരക്കിൽ അഡ്വാൻസ് ഇൻക്രിമെന്റ് കൈപ്പറ്റിയവരുടെ 7ാം ശമ്പള ഫിക്സേഷൻ കാര്യത്തിൽ അടിയന്തരമായി വ്യക്തത വരുത്തുക. 2023-24 വർഷത്തെ PD അക്കൗണ്ട് തുക വിനിയോഗിക്കാനുള്ള തീയതി അടിയന്തരമായി നീട്ടി നൽകുക. 4 വർഷ ബിരുദ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെ ജോലിഭാരം സംരക്ഷിക്കുന്ന വിശദമായ സർക്കാർ ഉത്തരവ് പുറത്തിറക്കുക. എയ്ഡഡ് മേഖലയിൽ പുതിയ പ്രോഗ്രാമുകളും കോഴ്സുകളും ആരംഭിക്കാൻ സർവകലാശാലകളും സർക്കാരും അനുമതി നൽകുക. UGC AICTE റെഗുലേഷൻസ് പ്രകാരം വിരമിക്കൽ പ്രായം ഏകീകരിക്കുക. പുതുതായി അനുവദിച്ച എയ്ഡഡ് കോളേജുകളിൽ പ്രിൻസിപ്പൽ തസ്തിക അനുവദിക്കുക. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ AICTE ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നിരവധിയായ സേവന വേതന വിഷയങ്ങളിൽ പരിഹാരം കണ്ടെത്തുക. ഹോം കോളേജ് അധ്യാപകരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക. പ്രീഡിഗ്രി കാറ്റഗറിയിൽ നിയമിക്കപ്പെട്ട ജൂനിയർ ലെക്ചർ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരുടെ സേവന കാലയളവ് മുഴുവനായും പരിഗണിച്ച് UGC സ്കെയിൽ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിന് അവകാശ പത്രിക നൽകിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് ധർണയും നടത്തി AKPCTA സംസ്ഥാന കമ്മിറ്റി. അറബിക് കോളേജ് അധ്യാപകരുടെ വിവിധ സേവന വിഷയങ്ങളിൽ പരിഹാരമുണ്ടാക്കുക. ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ടീച്ചർ ട്രെയിനിംഗ് മേഖലയിലുള്ള ആശങ്കകൾക്ക് പരിഹാരം കാണുക. TD ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് അടിയന്തരമായി അദാലത്ത് നടത്തുക. ഗസ്റ്റ് ലെക്ചറർമാർക്ക് സർക്കാർ നിർദ്ദേശപ്രകാരം പ്രതിമാസ ശമ്പളം നൽകാൻ TD ഓഫീസുകളെ തയ്യാറാക്കുക. NCEC NSS സ്പോർട്സ് ഫണ്ടുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിക്കുക. പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് കാലതാമസമില്ലാതെ ഫീസ് ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റ് ധർണ. മുൻ മന്ത്രിയും MLAയുമായ മേഴ്സിക്കുട്ടിയമ്മയാണ് ധർണ ഉദ്ഘാടനം ചെയ്തത്. പ്രത്യേക ജില്ലാ കൗൺസിൽ യോഗങ്ങളും ചേർന്നതിന് ശേഷം കേരളത്തിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള അധ്യാപക സുഹൃത്തുക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണാ സമരവും സംഘടിപ്പിക്കുന്നത്. ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുന്നു. ഈ സമരപരിപാടിക്ക്
സ്വാഗതം ആശംസിക്കുന്നതിനു വേണ്ടി AKPCKയുടെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ബിജുകുമാർ കെയോട് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും ആദരണീയരായ AKPCKയുടെ സംസ്ഥാന അധ്യക്ഷൻ നിശാന്ത്, AKPCK നടത്തുന്ന